ஐயா வணக்கம். വിശ്വാസവഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, ഇതുപോലൊരു കൂതറ ഫാമിലിയെ ഞാൻ എൻ്റെ കരിയറിൽ കണ്ടിട്ടില്ല എന്നാണ് നാട്ടുകാർ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് പറവ മൂവിയുടെ പ്രൊഡ്യൂസർമാരായിട്ടുള്ള സൗബിൻ ഷാഹിറിനെയും എച്ചനായിട്ടുള്ള ബാബു ഷാഹിറിനെയും കുറിച്ചാണ്. സൗബിൻ്റെ പാതയിൽ എച്ചനെ സൗബിൻ വലിച്ചിട്ടതാണോ അല്ലെങ്കിൽ ബാബു ഷാഹിറിൻ്റെ തനിക്കുണം സൗബിൻ കാണിക്കുന്നതാണോ എന്നറിയാത്ത കൺഫ്യൂഷനിലാണ് ഇപ്പോൾ കേരള പോലീസ് എന്ന് പറയുന്നത്. ഈ കേസ് തുടക്കം മുതൽ നമുക്കൊന്ന് ഇഴകീറി പരിശോധിക്കണം. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇവർ ഇറങ്ങുന്നു. പറവ എന്ന് പറയുന്ന കടവന്ത്രയിലുള്ള സൗബിൻ ഷാഹിറിൻ്റെ പ്രൊഡ്യൂസിംഗ് കമ്പനിയാണ് ഈ മഞ്ഞുമ്മൽ ബോയ്സ് എടുക്കാനായിട്ട് ഇറങ്ങുന്നത്. അങ്ങനെ അതവർ എടുക്കാൻ ഇറങ്ങുമ്പോൾ അവർ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇതൊരു 250 കോടി എന്നാണ് അവന്മാർ പറയുന്നത്. 200-220 കോടി എന്ന് വേറെ പല ആൾക്കാർ പറയുന്നുണ്ട്. 200 കോടി പോലും ടച്ച് ചെയ്തില്ല എന്ന് സൗബിൻ്റെ വിരോധികൾ പറയുന്നുണ്ട്. അയ്യോ, ഞാൻ വിരോധിയൊന്നുമില്ല, എനിക്കൊരു 290 കോടിയെങ്കിലും വേണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ പറവ എന്ന് പറയുന്ന കമ്പനി, പ്രൊഡ്യൂസിംഗ് കമ്പനി മഞ്ഞുമ്മൽ ബോയ്സ് എടുക്കാനായിട്ട് വരുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് എടുക്കാനായിട്ട് വരുമ്പോൾ ഈ സിനിമയുടെ ടോട്ടൽ എസ്റ്റിമേറ്റ് എത്രയാണെന്ന് ഇവർ കണക്ക് കൂട്ടുന്നു. ഈ സിനിമാ നിർമ്മാതാക്കൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡ്യൂസിംഗ് കമ്പനിക്ക് സിനിമയ്ക്ക് പൈസയ്ക്ക് എവിടെയെങ്കിലും ടൈറ്റ് വരികയാണെങ്കിൽ ഇവർ തമിഴ്നാട്ടിലാണെങ്കിൽ വട്ടിപ്പലിശയ്ക്ക് പൈസ എടുക്കാറാണ് പതിവ്. ഈ രജനീകാന്തിൻ്റെ സിനിമ, വിജയുടെ സിനിമ, അങ്ങനെയാണല്ലോ വിജയ് പടത്തിൻ്റെ പല പ്രൊഡ്യൂസർമാരും പിച്ചച്ചട്ടി എടുക്കുന്നത്. വിജയുടെ സിനിമ, രജനീകാന്തിൻ്റെ സിനിമ, ഇതിനൊക്കെ വട്ടിപ്പലിശയ്ക്ക് പൈസ എടുക്കും. വട്ടിപ്പലിശയ്ക്ക് പൈസ എടുത്തിട്ട് ആ പൈസ എന്ന് പറഞ്ഞാൽ മീറ്റർ പലിശയായിരിക്കും. അതായത് ഒരു ദിവസം ഇത്ര കോടി രൂപ അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ, ഇങ്ങനെയൊക്കെയാണ് പലിശ എന്ന് പറയുന്നത്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ വെൻ ഇറ്റ് കംസ് ടു കേരള, ഈ പാർട്ട്ണർമാരാണ്. അതായത് ഈ സൗബിന് ഒരു പാർട്ട്ണർ കാണും. ആ പാർട്ട്ണറോട് സൗബിൻ പറയൂടാ, ഇത്ര ഷോർട്ടേജ് ഉണ്ട്, നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് പൈസ ഇങ്ങോട്ടുണ്ട്, നിനക്ക് ഇത്ര രൂപ അങ്ങ് തന്നേക്കാം എന്ന് സൗബിൻ പറയും. അതായത് മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ മൊത്തം ചെലവെന്ന് പറയുന്നത് 22 കോടി രൂപ എന്നാണ് സൗബിൻ പറഞ്ഞത്. പക്ഷേ ഈ പാർട്ട്ണർ പറയുന്നത് 22 ഈ കള്ള വേട്ടാവളിയെ 18 കോടിയാണ് ഇതിൻ്റെ മൊത്തത്തിൽ GST കഴിഞ്ഞുള്ള ചെലവ്. എനിക്ക് പൈസ തരാതിരിക്കുമ്പോൾ പൈസ പിരിപ്പിച്ച് പറയണ് എന്നാണ് സിറാജ് പറയുന്നത്. അതിലോട്ട് നമുക്ക് വരാം. സിറാജിൻ്റെത് വേറൊരു തനി സാമ്രാജ്യം. അപ്പോൾ ഈ മഞ്ഞുമ്മൽ ബോയ്സിന് ഈ 18 കോടി രൂപയാണ് മൊത്തം സിനിമയുടെ ചെലവെന്ന് പറയുന്നത്. ഈ 18 കോടി രൂപയിൽ 18 കോടി ഇത്ര ലക്ഷം രൂപ, ഇതിൽ 7 കോടി രൂപ അളിയനിടണം എന്ന് പറഞ്ഞ് മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള സൗബിൻ ഷാഹിർ അല്ലെങ്കിൽ പറവ എൻ്റർടൈൻമെൻറ്റ്സ് സിറാജിനെ സമീപിക്കുന്നു. അരൂറുള്ള സിറാജിനെ സമീപിച്ച ശേഷം സിറാജിനോട് പറയുന്നു, അളിയ ഒരു 7 കോടി ഇടും. 7 കോടി ഇട്ടാൽ എനിക്ക് എത്ര കിട്ടും എന്ന് സിറാജ് ചോദിക്കുന്നു. അപ്പം സൗബിൻ പറയുന്നു, അളിയന് 7 കോടി ഇട്ടാൽ ഈ പടത്തിൽ എനിക്ക് കിട്ടുന്ന ലാഭം, അതായത് പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന ലാഭം. ഈ പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടുക എന്ന് പറഞ്ഞാൽ 18 കോടി മുടക്കിയാൽ ആ സിനിമയ്ക്ക് കിട്ടുന്ന 250 കോടിയും പ്രൊഡ്യൂസർക്ക് കിട്ടില്ല. ആ സിനിമയ്ക്ക് തിയേറ്റർ ഓണേഴ്സിന് പോവും, ഡിസ്ട്രിബ്യൂഷന് പോവും, സിനിമയിൽ പല പല മേഖലകളുണ്ട് അതിന് പോവും, പിന്നെ ഈ ചെലവുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ചെലവുകൾ കാര്യങ്ങളെല്ലാം എല്ലാം പോവും. അങ്ങനെ എല്ലാം പോയി കഴിഞ്ഞ ശേഷം ഒരു തുക പ്രൊഡ്യൂസറിന് കിട്ടും. ആ കിട്ടുന്ന തുകയിൽ നിന്ന് 40%, എത്രയാണ്, 7 കോടി. ഈ 18 കോടിയിൽ 7 കോടി മുടക്കുന്ന അളിയനും 40% തുക ഞാൻ തന്നിരിക്കും അളിയ എന്നാണ് സൗബിൻ ഷാഹിർ സിറാജിനോട് പറഞ്ഞത്. സിറാജ് ഹാപ്പി. അങ്ങനെ പല തവണയായി, അതായത് 26 തവണയായി 5.66 കോടി രൂപ, മനസ്സിലാവുന്നുണ്ടല്ലേ, 66 കോടി രൂപ സിറാജ് എന്ത് ചെയ്യുന്നു, സൗബിൻ ഷാഹിറിൻ്റെ പറവ എൻ്റർടൈൻമെൻറ്റ്സിന് കൈമാറുന്നു. ബാക്കി തുക അക്കൗണ്ടിലൂടെ അല്ലാതെ, നോട്ട് ദ പോയിന്റ്, അക്കൗണ്ടിലൂടെ അല്ലാതെയും കൈമാറുന്നു. അങ്ങനെ 7 കോടി തികയ്ക്കുന്നു. ഈ തുക കൈമാറുന്നത് 2022 നവംബർ 30-നാണ്. ആ സമയത്ത് പറവ എൻ്റർടൈൻമെൻറ്റ്സ് സിറാജിനോട് പറഞ്ഞിരുന്നത് ഈ സിനിമയുടെ ആദ്യത്തെ ഷെഡ്യൂൾ പൂർത്തിയായി എന്നാണ്. പക്ഷേ ആ സിനിമയുടെ ആദ്യത്തെ ഷെഡ്യൂൾ പൂർത്തിയായില്ല, ഷൂട്ടിംഗ് തുടങ്ങിയില്ല. ഈ സിനിമ പ്രീ പ്രൊഡക്ഷൻ മാത്രമാണ് നടക്കുന്നത്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, അങ്ങനെ 3 കാര്യങ്ങളുണ്ട്. പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, ഈ ലൊക്കേഷൻ പോയി കാണുക, സെറ്റ് ഉണ്ടാക്കുക, അതിനുള്ള ആൾക്കാരെ കൂട്ടുക എന്നുള്ളത്. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആ സിനിമയിലെ ഷൂട്ട് ചെയ്തെടുക്കുക എന്നുള്ള ഭാഗമാണ്. അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സിനിമ എഡിറ്റിംഗ് ഷൂട്ടിലിട്ട് എഡിറ്റ് ചെയ്യുക, പോസ്റ്റർ തയ്യാറാക്കുക, പിന്നെ ബാക്കിയല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ അപ്പോൾ ഈ 2022 നവംബർ 30-ന് ഇയാൾ പൈസ കൊടുക്കുമ്പോൾ സൗബിൻ ഇയാളോട് പറഞ്ഞിരുന്നത് സിനിമ ആദ്യത്തെ ഷെഡ്യൂൾ കഴിഞ്ഞളയാന്ന് പറഞ്ഞു. പക്ഷേ ആ സിനിമ ആദ്യത്തെ ഷെഡ്യൂൾ കഴിഞ്ഞില്ല, പ്രീ പ്രൊഡക്ഷൻ മാത്രമേ ആയിരുന്നുള്ളൂ. അങ്ങനെ സിനിമ ഇറങ്ങി. അതുവരെ എല്ലാം ക്ലിയർ ആണ്. സിനിമ ഇറങ്ങിയ ശേഷം സിനിമ തമിഴ്നാട്ടിൽ അടിച്ചു കയറി. കമലഹാസനൊക്കെ സിനിമ കാണുന്നു, രജനീകാന്ത് വരെ വിളിക്കുന്നു, അഭിനന്ദിക്കുന്നു. സിനിമ തമിഴ്നാട്ടിൽ നിന്ന് കോടി രൂപ കളക്ട് ചെയ്യുന്നു. എല്ലാവരും അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുന്നു. സൗബിൻ ഷാഹിർ ഇതെനിക്ക് പ്രാന്തായതാണ്, അതേ നാട്ടുകാർക്ക് മൊത്തം പ്രാന്തായതാണ് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ആനന്ദ നിർവൃതി ആശ്വാസമടയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നു. പിന്നെ ഈ സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഉണ്ട്. എങ്കിലും സിനിമയിലൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ സിനിമയിലുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാരുടെ തനി ഗുണം കാണിക്കും. അതങ്ങനെയാണ്. അതായത് പൈസ കിട്ടുന്നതിന് മുമ്പേ ആളിയാ മുത്തേ തേനെ എന്നൊക്കെ വിളിച്ചിരിക്കുകയും പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാരുടെ തനി ഗുണം കാണിക്കുകയും ചെയ്യും. ഇത് ആദ്യത്തെ കാര്യം. സൗബിൻ പോലും പ്രതീക്ഷയില്ല ഇത്രയും വലിയൊരു ഹിറ്റാവും നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന്. 250 കോടി കളക്ട് ചെയ്തു. മലയാള സിനിമയിൽ മോഹൻലാലിന് പോലും കിട്ടാത്തൊരു മഹാഭാഗ്യം. ഈ 250 കോടി രൂപ സൗബിൻ കളക്ട് ചെയ്യുമ്പോൾ ഈ സകല തുകയും ഒഴിച്ച് 100 കോടി രൂപ സൗബിന് ലാഭം കിട്ടിക്കാണ്. അതായത് ഒറ്റയടിക്ക് 100 കോടി രൂപ സൗബിന്റെ പോക്കറ്റിലേക്ക് വന്ന് വീഴുകയാണ് എന്നാണ് സിറാജ് പറയുന്നത്. അപ്പൊ പ്രൊഡക്ഷൻ കോസ്റ്റ് 18 കോടി രൂപ. ഈ 18 കോടി രൂപയിൽ 7 കോടി കൊടുത്തത് ആരാണ്? സിറാജ്. ബാക്കി 11 കോടി മാത്രമേ പറവ എന്റർടൈൻമെന്റ്സ് ഇട്ടിട്ടുള്ളൂ. അതായത് പകുതിയോടടുത്ത് തുക കൊടുത്തത് ആരാണ്? സിറാജ്. സിറാജ് ഇത് കൊടുക്കുമ്പോൾ സിറാജിന് ഇവർ ഒപ്പിട്ട് കൊടുത്ത എഗ്രിമെന്റിൽ പറയുന്നത് 40% തുക അളിയന് ഞങ്ങൾ തന്നേക്കാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ 47 കോടി രൂപ എനിക്ക് കിട്ടണ്ടേ അളിയ എന്ന് ചോദിച്ചു തന്നപ്പം നമ്മുടെ കൊച്ചിൻ അനീഫേര 47 കോടിയാ? ഏത് കോടി? മഞ്ഞുമ്മൽ ബോയ്സാ? ഏത് മഞ്ഞുമ്മൽ? നിങ്ങളൊക്കെ ആരാ എന്നുള്ള ലൈനവും ആരെടുത്തു. ഇങ്ങനെ എടുത്തപ്പോൾ സിറാജ് എന്ത് ചെയ്തു? എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്കാണ് ആര് പോയത്? സിറാജ് പോയത്. സിറാജ് അവിടെ പോയപ്പോൾ കേരള പോലീസിന് കോടതി നിർദ്ദേശം നൽകി എട്ടടാ കേസ് എന്ന് പറഞ്ഞു. അങ്ങനെ കേരള പോലീസ് കേസെടുത്തു. ആ കേസ് വലിയ കേസായി. ഇവർക്കെതിരെ പോലീസിന്റെ അന്വേഷണം വന്നു. പോലീസിന്റെ അന്വേഷണം വന്നപ്പോൾ ഇവർ 2 യമണ്ടം വക്കീലുമാരെ ഇറക്കി. പി വിജയഭാനുവും തോമസ് ആനക്കല്ലുങ്കൽ എന്ന് പറയുന്ന വക്കീലന്മാരെയും. അങ്ങനെ ഇവർക്ക് അറസ്റ്റ് ഒഴിവാക്കാനായിട്ട് വക്കീലന്മാർ വളരെ ഘോരമായിട്ട് പ്രവർത്തിക്കുകയാണ്. അറസ്റ്റ് ഒഴിവാക്കാൻ വക്കീലന്മാർ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. അവസാനം ഹൈക്കോടതിയിൽ നിന്ന് വഞ്ചന കേസ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി വിധി വന്നു. അറസ്റ്റ് ഒഴിവായി. ഇതാണ് ആദ്യത്തെ ഘട്ടം. ആ സമയത്ത് ഹൈക്കോടതിയിൽ ഇവർ പറഞ്ഞിരുന്നത് സിനിമ ഇപ്പോൾ ഓടിക്കഴിഞ്ഞല്ലേ ഉള്ളൂ, OTTയും ഇപ്പോൾ അങ്ങോട്ട് റിലീസായതല്ലേ ഉള്ളൂ, അപ്പോൾ കുറേ ക്യാഷ് നമുക്ക് ഇനിയും വരാനായിട്ടുണ്ട്. അങ്ങനെ കുറേ ക്യാഷ് ഞങ്ങൾക്ക് ഇനിയും വരാനുള്ളത് കൊണ്ട് തന്നെ ഇനിയും ഒരുപാട് ടെക്നീഷ്യന്മാർക്ക് ഞങ്ങൾക്ക് പൈസ കൊടുത്ത് തീർക്കാനുണ്ട്. അങ്ങനെ പൈസ കൊടുത്ത് തീർക്കാനുള്ളത് കൊണ്ടും കുറേ ക്യാഷ് വരാനുള്ളത് കൊണ്ടും ഞങ്ങൾക്ക് ഈ പൈസ അയാൾക്ക് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് കോടതിയോട് അവർ പറഞ്ഞത്. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു അതൊരു നല്ല ന്യായമാണ് അല്ലേ? ആണ്. കാരണം സിനിമ ഇപ്പോൾ ഓടിക്കഴിഞ്ഞല്ലേ ഉള്ളൂ, ഈ പൈസയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരണ്ടേ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് അറസ്റ്റ് ഒഴിവാക്കി തരാം, നിങ്ങൾക്ക് ഈ കേസ് ഒഴിവാക്കി തരാം എന്ന് പറഞ്ഞു. അത് വലിയൊരു ആശ്വാസമായി. പക്ഷേ കേരള പോലീസ് വിട്ടില്ല. കേരള പോലീസ് ഈ കേസ് ഗുരുതരമായി അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കേരള പോലീസ് ഈ കേസ് അന്വേഷിച്ച് കേരള പോലീസ് കണ്ടെത്തി ഇതിനകത്ത് കള്ളപ്പണ ഇടപാട് കൂടെ ഉണ്ട് എന്ന്. അങ്ങനെ ആ റിപ്പോർട്ട് കൊണ്ട് കേരള പോലീസ് ഹൈക്കോടതി സമർപ്പിച്ചു. ഇ ഡി വെറുതെ ഇരിക്കുമോ? ഇ ഡി ഇവിടെ ഒരു തക്കം പാത്തിരിക്കുകയാണ്. ഇ ഡി ഇവിടെയുള്ള പല നടന്മാരെ ചോദ്യം ചെയ്യാനൊക്കെ വിളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പലപ്പോഴായിട്ട് വന്ന കിംവദന്തികൾ. എന്തായാലും അതൊക്കെ പോട്ടെ. ഇ ഡി സട്ടകൊടഞ്ഞെഴുന്നേറ്റ ഇ ഡി ചാടി ഇറങ്ങി ഇ ഡി എന്ത് ചെയ്തു? പോലീസിൻ്റെ കയ്യിൽ നിന്ന് അളിയെ മാറിയില്ല, ആ റിപ്പോർട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ആ റിപ്പോർട്ട് ഇങ്ങോട്ട് വാങ്ങിച്ചു. ആ റിപ്പോർട്ട് വാങ്ങിച്ച് കഴിഞ്ഞ ആഴ്ച ഇ ഡി FIR ഇട്ടു. FIR ഇട്ട ശേഷം ഷോൺ ആൻ്റണി എന്ന് പറയുന്ന പറവയുടെ പ്രൊഡ്യൂസർമാരിൽ ഒരാളായ ഒരുത്തന് നോട്ടീസ് അയച്ച് ഇങ്ങ് വാളിയ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് വന്ന് വിളിച്ച് ചോദ്യം ചെയ്ത ശേഷം കള്ളപ്പണ ഇടപാടിൽ സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്യാനായിട്ട് നോട്ടീസ് കൊടുത്തു. സൗബിൻ ഷാഹിർ പോയില്ല. സൗബിൻ്റെ വാപ്പയായിട്ടുള്ള ബാബു ഷാഹിറിനും നോട്ടീസ് കൊടുത്തു. അങ്ങനെ നോട്ടീസ് കൊടുത്ത് 2 എണ്ണവും പോയിട്ടില്ല. 2 എണ്ണവും കണ്ട മട്ടില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഇ ഡി 2നെയും തട്ടി തോളി കയറ്റാനുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് അതായത് ജൂൺ 12 നിർണായകമായിട്ടുള്ള ദിവസമാണ്. ഇവരുടെ ജാമ്യം കോടതി പരിഗണിക്കുന്ന ദിവസമാണ്. പക്ഷേ അതിൽ വേറൊരു കോംപ്ലിക്കേഷൻ ഉള്ളത്, ഇവരുടെ വക്കാലത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അഭിഭാഷകൻ ഒഴിഞ്ഞു. തുടർന്ന് നിർമ്മാതാക്കളുടെ മുൻകൂർ ജാമ്യ ഹർജി ജൂൺ 12 പരിഗണിക്കാൻ മാറ്റി. അതായത് ഇന്ന് അവസാന ദിവസമായിരിക്കുമെന്ന് ജസ്റ്റിസ് CS ഡയസ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഹർജി തീർപ്പാക്കാനിരിക്കുകയാണ് ഇവരുടെ വക്കാലത്ത് ഇവരുടെ അഭിഭാഷകൻ ഒഴിഞ്ഞത്. അപ്പോൾ ഈ കേസ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. കോടതിയിൽ പോലീസ് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നാണ്. ഈ ഗുരുതര സാമ്പത്തിക തട്ടിപ്പിൽ മുഴുവൻ ആൾക്കാരും ഉണ്ടെന്നാണ് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇ ഡി സൗബിനെ തട്ടി തോളിക്കേറ്റാനായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പം മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ഗുണാക്കേവിൽ വീണ കഥ അതുവരെയാണെങ്കിൽ സൗബിൻ ഷാഹിർ ഗുണാക്കേവിൽ വീണ കഥ ഇതുവരെയാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മട്ടാഞ്ചേരി മാഫിയ, കള്ളപ്പണ
ഇടപാട്, ഈ സിനിമയ്ക്കകത്തുള്ള ഡ്രഗ് മാഫിയ അതുണ്ടെങ്കിൽ അതിനെ എല്ലാം കുറേ നാളായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോക്കിയിരിക്കുകയാണ്. NIA വേറൊരു സ്ഥലത്ത് വട്ടമിട്ട് പറക്കുന്നുണ്ട് എന്നൊരു വേറൊരു കാര്യം. പല ഓൺലൈൻ മാധ്യമങ്ങളിലും പല നടന്മാരും വന്നിരുന്നുകൊണ്ട് പച്ചയ്ക്ക് ഞാൻ ഇങ്ങനെ കഞ്ചാവ് അടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ മോളിൽ നിന്ന് ഇറങ്ങി വരാൻ എന്നൊക്കെ പറയുന്ന പല ബൈറ്റുകളും പുറത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ കണ്ട് കൈയടിച്ച് പൊട്ടിച്ചിരിച്ചിട്ട് എന്തൊരു ആത്മാർത്ഥത, കഞ്ചാവ് അടിച്ചുകൊണ്ട് അതിൻ്റെ മോളിൽ നിന്ന് ആഷിഖ് കപൂറിൻ്റെ വീട്ടിൻ്റെ മോളിൽ നിന്ന് ഞാൻ ജോയിൻറ്റ് അടിച്ചുകൊണ്ട് ഇറങ്ങി ഇങ്ങനെ വരികയായിരുന്നു, എൻ്റെ മോനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ അതത്ര നിഷ്കളങ്കമല്ല. ഇതിനെതിരെയൊക്കെ കൃത്യമായിട്ട് അന്വേഷണം വരും. NIAയും EDയും നർക്കോട്ടിക്സ് ബ്യൂറോവും എല്ലാം ഇവന്മാർക്കെല്ലാം എതിരെ വട്ടമിട്ട് പറക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. EDയുടെ നല്ല ഇടി കൊണ്ടിട്ടില്ലല്ലോ, മുട്ടുകാലിന് ED പൊക്കിളിന് താഴെ ഒരു പ്രയോഗമുണ്ട്. അങ്ങനെ ഒരു ഇടി കൊണ്ടു കഴിഞ്ഞാൽ സകല കാര്യങ്ങളും തത്തയല്ല താറാവ് പറയുന്നത് പോലെ പറയും എന്ന് വേറെ ആർക്ക് അറിഞ്ഞുകൂടെങ്കിലും നമ്മുടെ സ്വപ്ന സുരേഷിൻ്റെ പ്രാണനാഥനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ശിവശങ്കരേട്ടനെ അറിയാം. ഒന്ന് ചോദിച്ചോ, ചിലപ്പോൾ മനസ്സിലാവും. സൗബിനോടാണ്. അപ്പം ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.